ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നമുക്ക് എങ്ങനെ കേരള പൊറോട്ട, അതായത് ലെയേർഡ് പൊറോട്ട എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ 3 തരത്തിലുള്ള പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീശി അടിക്കാതെ തന്നെ അതിൻ്റെ അതേ ടേസ്റ്റോടുകൂടി പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും. ഇത് എളുപ്പ വഴികളാണ് ഈ 3 രീതികൾ കാണിച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റുള്ള പൊറോട്ടയാണ് നമുക്കിതിൽ കിട്ടുക. ഇതിൽ ഞാൻ ഉപയോഗിച്ച അതേ അളവ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലെയേർഡായിട്ടുള്ള നല്ല പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഞാനിവിടെ 1 കിലോ മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അതിന് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1 കപ്പ് പാല്, 1 ടേബിൾ സ്പൂണ് ബട്ടർ വരുന്നത് പോലെ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം, 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. ബട്ടർ നമ്മളൊന്ന് ഉരുക്കി ചൂടാറിയതിന് ശേഷമാണ് ഇതിൽ ചേർത്തേണ്ടത്. പാല് നല്ല തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിൽ നമ്മൾ ചേർത്തുന്നതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളായിരിക്കണം. ഞാൻ ആദ്യം മൈദാമാവ് ഇട്ട് അതിലോട്ട് ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായി എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാൻ ഇതിൽ പാലും കോഴിമുട്ടയും ഞാനിതിൽ ചേർത്തിയിട്ടുണ്ട്. ഞാൻ പാല് ചേർത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ ചൂടാറിയ ബട്ടറാണ്, അത് ഉരുക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചേരുവകളൊക്കെ ചേർത്തി ഒന്ന് വിസ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാവ് കുറച്ച് കട്ടിയായി തോന്നും. അപ്പോൾ നമുക്ക് ഇനി വിസ്ക് മാറ്റി എന്തെങ്കിലും കോലോ കയ്യോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് കൃത്യം ആ 1 കപ്പ് വെള്ളമാണ് കൃത്യം വേണ്ടി വന്നത്. ഇത് നല്ല ഹാർഡായിട്ട് കുഴക്കാൻ പാടില്ല, നന്നായി വെള്ളം പോലെയും കുഴക്കാൻ പാടില്ല. കൃത്യം ഒരു അളവിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല കട്ടിയായിട്ട് കുഴച്ചാൽ പൊറോട്ട സോഫ്റ്റ് ഉണ്ടാവില്ല. ഈ അളവാണ് അതിന് കൃത്യം വേണ്ടത്. ഇത് കണ്ടില്ല, നമുക്ക് വെള്ളം കൂടിപ്പോയിട്ടും ഇല്ല, അഥവാ നല്ല കട്ടിയും ഇല്ല. അതുപോലത്തെ ഈ അളവാണ് നമുക്ക് പൊറോട്ട കുഴച്ചെടുക്കേണ്ടത്. ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പൊറോട്ട ഉണ്ടാക്കുന്നതിൽ മെയിൻ പാർട്ടാണ് നമുക്ക് ഈ കുഴക്കുന്നത്. ഇത് നന്നായി ഒന്ന് കുഴച്ച് വെച്ചാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുക. നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് മോൾഡബിൾ ഓയിൽ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂർ വെക്കണം. ഒരു 3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റുള്ള മാവാണ് പിന്നീട് കിട്ടുക. ശേഷം നമ്മൾ ഈ റൗണ്ടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് പൊറോട്ട പരത്തുമ്പോൾ കൃത്യം പൊട്ടാതെയൊക്കെ വരാൻ സഹായിക്കും. ഇങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് എല്ലാം മടക്കി കട്ട് ചെയ്യാൻ നോക്കുക. എല്ലാ ബന്നിനെ ഞാൻ മടക്കുമ്പോൾ കാണിച്ചു തന്നിരുന്നു. അങ്ങനെ എല്ലാം ഉള്ളിലോട്ട് ഇങ്ങനെ കുറേ മടക്കി കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ബോൾ വരുന്നത് പോലെ കൃത്യം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബോളാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 കിലോ മാവിന് 20 പൊറോട്ടയോളമാണ് കിട്ടുക. ഇതിൽ ചിലത് ഞാൻ വലുതായി എടുത്തതുകൊണ്ട് ഒരു 18ഓളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ പരത്തുന്നത് 3 രീതി കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിലാണ് ആ 3 രീതിയും കാണാൻ പറ്റുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നത്, നിങ്ങൾ 3ഉം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ എളുപ്പം അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്നിട്ട് അതൊന്ന് നിങ്ങളുടെ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കും. ഇത് ഇങ്ങനെ നമ്മളൊരു കത്തി കൊണ്ട് ഇങ്ങനെ വെറുതെ നന്നായി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം കത്തി കൊണ്ട് ഞാൻ അമർത്തി ഒന്നും വരക്കുന്നൊന്നുമില്ല, വെറുതെ ഒന്ന് തൊടുമ്പോൾ തന്നെ അത് കീറിപ്പോവും. എന്നിട്ട് ശേഷം മേലെ കുറച്ച് മാവോ എണ്ണയോ എന്തെങ്കിലും തേച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഇത് നല്ല ലെയേർഡായിട്ട് തന്നെ നമുക്ക് കിട്ടും. കൃത്യം കീറാതെ ചുറ്റണം എന്നൊന്നുമില്ല, നമുക്ക് ഒന്ന് വെറുതെ റൗണ്ട് അടിച്ച് എടുത്താൽ മതി. എന്നിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് മെത്തേഡ്, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തുക. നല്ലോണം പരത്തി നൈസാക്കണം എന്നൊന്നുമില്ല, സാധാരണ ഒരു നോർമൽ ലെവലിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുക. ശേഷം അത് മാറ്റി വെക്കാം. അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തേച്ച് വെക്കാം.
എന്നിട്ട് രണ്ടാമത്തെ മാവ് അതേപോലെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ ലെയറും കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് മേലെ ഒരു 10 വരെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. 10 എന്നല്ല, നമുക്ക് ചുടുന്ന മാവ് കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 3-4 തരത്തിൽ പൊറോട്ട ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നതുകൊണ്ട് ഇതിലൊരു 5-6 ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു 5-6 എന്തോ ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് രീതി എന്നുള്ളത് ഇനി ഞാൻ ബാക്കിയുള്ള ടൈപ്സൊക്കെ കാണിച്ചതിന് ശേഷം അവസാനമാണ് ഈ രീതി കാണിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ പരത്തി കൈ കൊണ്ട് തന്നെ നന്നായി വലിച്ചെടുത്ത് നല്ല തിൻ ലെയർ പോലെ ആക്കിയതിന് ശേഷം ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് സാധാരണ പൊറോട്ട ഒക്കെ ചുറ്റുന്ന പോലെ ചുറ്റി കൊടുത്താൽ മതി. ഇത് നോർമലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പരത്തി മാറ്റി വെച്ചതാണ് വെറൈറ്റി ആയിട്ടുള്ളത്. അത് ഫൈനലായിട്ടാണ് അത് എടുക്കുക. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് അതൊരു അരമണിക്കൂർ മിനിമം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് മാത്രം അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുക്കാണ് ഞാൻ ബാക്കിയുള്ള രീതികളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് രീതി എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത പോലെ തന്നെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കുറച്ച് മൈദാമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതേപോലെ പിന്നെയും ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മളൊരു 4-5 അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എത്ര ലെയേഴ്സ് വേണം അതിനനുസരിച്ചാണ് ഇത് വെക്കുക. ഒരു 3-4 നമുക്ക് വെക്കാം. ഇതേപോലെ 4-4 സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മിനിമം 4 വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവും എണ്ണയും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ 4 മേലെയായിട്ട് വെച്ച് കൊടുക്കാം. കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മുറിച്ചെടുക്കാമെന്ന് മാത്രം. ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 4 വെച്ചിട്ടുള്ളത്. ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് നീളനായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് നല്ല നീളത്തിൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ 5 ലെയറല്ലേ വെച്ചത്, അതിൽ തന്നെ നമുക്ക് 1, 2, ഒരു 7-8 നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റും. ഇത് അറ്റത്തുള്ളത് കുറച്ച് ചെറുതായതാണ്. നടുക്കുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്ത് 2 ആക്കി എടുക്കാം. ഞാനിവിടെ 2 ആക്കിയിട്ടില്ല, 1 തന്നെയാണ് വലുതായിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പൊറോട്ട രീതി കാണിക്കുന്നത്. ഇത് നല്ല രസമാണ് ഈ രീതിയിൽ ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഇത് നിങ്ങൾ ഈ മെത്തേഡ് നല്ല രസമുള്ള ഒരു മെത്തേഡാണ്. ഇത് നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നല്ല രസത്തിൽ തന്നെ ഓരോ പൊറോട്ടയായിട്ട് നമുക്കിങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റും. അത് നല്ല തിൻ ലെയറായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റുള്ള പൊറോട്ടയായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാവും. നല്ല തിന്നായിട്ടുള്ള ലെയർ തന്നെ നമുക്കിങ്ങനെ വലിക്കുമ്പോൾ കിട്ടും. നല്ല രസമാണ് ഇത് വലിച്ചുണ്ടാക്കാൻ. ഇത് കുട്ടികൾക്കൊക്കെ നല്ല രസത്തിൽ ഇഷ്ടപ്പെടും. ഈ രീതിയൊന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഈ 4 രീതി ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഈ 4 രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ശേഷം ഇത് കൈകൊണ്ട് വേണമെങ്കിൽ പരത്തി കൊടുക്കാം. ഇനി കൈകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോല് വെച്ചും പരത്തി കൊടുക്കാം. പക്ഷെ കോല് കൊണ്ട് പരത്തുമ്പോൾ അമർത്തി നല്ല പ്രസ് ചെയ്ത് പരത്താൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിൽ നീക്കി കൊടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. കല്ല് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം.
പൊറോട്ട ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടാവുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ശേഷം മൂന്നാമത് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. കണ്ടില്ല, നല്ല ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ഒരു തുണി കൊണ്ടാണ് അങ്ങനെ അടിച്ചത്. മറ്റൊരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.